എന്താണ് യഥാർത്ഥ സ്നേഹം എന്നത് ശ്രീകൃഷ്ണൻ പറയുന്നത് കേൾക്കാം. ഒരു ദിവസം രുക്മിണി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എല്ലാവരും എന്തുകൊണ്ടാണ് രാധാകൃഷ്ണ എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ആരും രുക്മിണി കൃഷ്ണ എന്ന് പറയുന്നില്ല? അപ്പോൾ ശ്രീകൃഷ്ണൻ മറുപടി നൽകി, ദേവി രുക്മിണി, രാധയുടെ സ്നേഹം നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാണ്. അപ്പോൾ എന്റെ സ്നേഹം പരിശുദ്ധമല്ല എന്നാണോ അവിടുന്ന് പറയുന്നത്? എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനു മറുപടി നൽകിയില്ല. തുടർന്ന് ശ്രീകൃഷ്ണൻ കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. കൃഷ്ണന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് പരിഭ്രാന്തരായ കൃഷ്ണന്റെ ഭാര്യമാരും ഭക്തരും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ കൃഷ്ണൻ ഒരു പോം വഴി നിർദ്ദേശിച്ചു. എന്റെ ഏതെങ്കിലും ഒരു പരമഭക്തന്റെ പാദധൂളി, അതായത് കാലിലെ മണ്ണ്, എന്റെ നെറ്റിയിൽ പുരട്ടിയാൽ ഈ വേദന ഉടൻ മാറും. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഭഗവാന്റെ നെറ്റിയിൽ സ്വന്തം പാദധൂളി പുരട്ടുന്നത് വലിയ പാപമാണ്. അത് ചെയ്യുന്നവർ നരകത്തിൽ പോകേണ്ടി വരുമെന്നും ഭയന്ന ഭക്തരും പത്നിമാരും പിൻവാങ്ങി. ഭഗവാന്, ഞങ്ങൾക്ക് അങ്ങയോട് അത്യധികമായ സ്നേഹമുണ്ട്. പക്ഷേ അങ്ങയുടെ നെറ്റിയിൽ പാദധൂളി അർപ്പിച്ച് നരകശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഭയമാണ്. ഈ വാർത്ത ദ്വാരകയിൽ ഉണ്ടായിരുന്ന രാധയുടെ അടുത്തെത്തി. കൃഷ്ണൻ സുഖമില്ല എന്നറിഞ്ഞ നിമിഷം രാധ ആകെ തകർന്നുപോയി. പരിഹാരം പാദധൂളിയാണെന്ന് മനസ്സിലാക്കിയ ഉടൻ മറ്റൊന്നും ആലോചിക്കാതെ കൃഷ്ണന്റെ അടുത്ത് എത്തി രാധ തന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് കൃഷ്ണന്റെ നെറ്റിയിൽ പുരട്ടി. രാധ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഭഗവാന്റെ ശിരസിൽ പാദധൂളി അർപ്പിച്ചാൽ നീ നിത്യകാലം നരകത്തിൽ കഴിയേണ്ടി വരും. നിനക്ക് ഭയമില്ലേ? കണ്ണീരോടെ രാധ നൽകിയ മറുപടി ഇതായിരുന്നു. എനിക്ക് എന്ത് സംഭവിക്കും എന്നതിലോ ഞാൻ നരകത്തിൽ പോകുമോ എന്നതിലോ എനിക്ക് ഒരു ആശങ്കയില്ല. എന്റെ കണ്ണന്റെ വേദന മാറുമെങ്കിൽ അതിനുവേണ്ടി കോടി ജന്മം നരകത്തിൽ കഴിയാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു മറുപടിയിൽ രാധയുടെ പ്രണയം മുഴുവൻ അടങ്ങിയിരുന്നു. സ്വന്തം സുഖമോ മോക്ഷമോ ആഗ്രഹിക്കാതെ തന്റെ പ്രിയപ്പെട്ടവന്റെ സന്തോഷം മാത്രം ലക്ഷ്യം വെക്കുന്ന ആ നിസ്വാർത്ഥമായ സ്നേഹമാണ് രാധാകൃഷ്ണ പ്രണയത്തെ ഇന്നും അനശ്വരമായി നിലനിർത്തുന്നത്. സ്നേഹമെന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെടലാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.